ഗുഡ് മോർണിംഗ് ഓൺ. ഇന്ന് ക്യാമറയ്ക്ക് എല്ലാവരും ഓൺ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും തമ്മിൽ അങ്ങനെ കാണും ചെയ്യാം. കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്കൊന്നുകൂടി സംസാരത്തോടെയും കളർഫുൾ ആക്കുകയും ചെയ്യാം. ദ മീറ്റിംഗ് ഇൻ കണക്ഷൻ വിത്ത് കോഫി ടോക്ക് 7 AM പ്രോഗ്രാം ഈസ് ഇയർ ബൈ ക്വാളിറ്റി ഓർഡർ. പൗലോ കൊയ്ലോന്റെ വെളിച്ചത്തിന്റെ പോരാളികൾ എന്നുള്ളൊരു ബുക്കിലൊരു വാക്കുണ്ട്. നിത്യജീവിതത്തിലെ ചെറിയ ദിവ്യാത്ഭുതങ്ങൾ വെളിച്ചത്തിന്റെ പോരാളി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന്. നിത്യജീവിതത്തിലെ ദിവ്യാത്ഭുതങ്ങൾ, അങ്ങനെ ഒരു ദിവ്യാത്ഭുതമാണ് 884 ദിവസമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതിലൂടെ ഒരുപാട് പേർക്ക് നല്ല നല്ല ചിന്തകളും ആ തലേ ദിവസത്തെ ആ വേദനകളും വിഷമങ്ങളൊക്കെ മാറ്റാന് പുതിയൊരു മോർണിംഗിൽ തന്നെ നമുക്ക് നല്ലൊരു എനർജി കിട്ടുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. തമ്മിൽ തമ്മിൽ കാണാത്ത പുതിയ പുതിയ ആളുകൾ, ഓരോ ട്രെയിനർമാരും വരുമ്പോൾ അവരെ കൂടെ നമ്മൾ ഇതിലേക്ക് വരുന്നുണ്ട്. അവരെ കാണാനും അല്ലെങ്കിൽ അവരായിട്ട് ആരെങ്കിലും ഒരാളായിട്ട് നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ 884 ദിവസം വെൽക്കം പറയാൻ വേണ്ടി നമ്മളെ തിരൂരിലെ ഏറ്റവും പ്രിയപ്പെട്ട ആബിദ മേമിനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ആബിദ മേം. Thank you, Chairman. Thank you so much for privilege. പ്രിയപ്പെട്ട ചെയർമാൻ ആൻഡ് ട്രെയിനർ ആൻഡ് എല്ലാ സുഹൃത്തുക്കൾക്കും വെരി ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. 7 AM കോഫി ടോക്ക് ഡെയിലി മോർണിംഗ് സെഷൻ ഫോർ സെൽഫ് അപ്ഡേറ്റിംഗ് 884 ദിവസം വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇതിന് സർവശക്തിയോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ ഒരു കൂട്ടായ്മ ഇത്രത്തോളം എത്തിക്കാൻ പ്രയത്നിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കോർഡിനേറ്റേഴ്സിനും ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിക്കുകയാണ്. ആദ്യമായി ഈ ഒരു പ്രോഗ്രാമിലേക്ക് പ്രിയപ്പെട്ട ചെയർമാൻ ഉസ്മാൻ സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ട്രെയിനർ സീന ഷിനോജ് മാം ആണ്. മാമിനെ സ്നേഹത്തോടെ ഈ ഒരു ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ട്രയാങ്കുലർ തിയറി ഓഫ് ലവ് ആണ് നമുക്കിന്ന് സബ്ജക്റ്റ് ആയിട്ട് മാം തിരഞ്ഞെടുത്തിട്ടുള്ളത്. എന്തെങ്കിലും നല്ല അറിവോടൊപ്പം തന്നെ നല്ല മനസ്സും നല്ല ബന്ധങ്ങളും ജീവിതത്തിൽ ആവശ്യമാണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സെഷൻ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. മാമിന്റെ അനുഭവ സമ്പത്തും അറിവും നമ്മളിലേക്ക് എത്തിക്കാനും നമുക്ക് അത് ഉൾക്കൊള്ളുവാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം ഇത്ര മനോഹരമായിട്ട് ഇത്രത്തോളം എത്തിക്കാൻ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കോർഡിനേറ്റേഴ്സിന് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്ന JCI വളാഞ്ചേരി റോയൽസ് ആൻഡ് നിലമ്പൂർ ഡാഫോഡിൽസ് പ്രസിഡന്റുമാരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്വിസ് മാസ്റ്ററെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പ്രോഗ്രാമിനെ ഇത്ര മനോഹരമാക്കി കൊണ്ടുപോകാനും ഇത്രത്തോളം എത്തിക്കാനൊക്കെ നമ്മെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും പ്രിയപ്പെട്ട ട്രെയിനേഴ്സിനെയും എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന അറിവുകൾ നമുക്ക് ഉൾക്കൊള്ളാനും മനോഹരമായിട്ട് അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനും നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. ഓവർ ടു ചെയർ. താങ്ക് യു അബിത മാം. നല്ല അടിപൊളിയായിട്ടാണ് വെൽക്കം പറഞ്ഞത്. അബിത മാം കുറെ ദിവസമായിട്ട് ഗ്രൂപ്പിൽ ഇതിൽ കയറാൻ പറ്റിയിരുന്നില്ല. ഫാമിലി ആയിട്ട് ടൂറിലൊക്കെ ആയിരുന്നു. അപ്പോ എന്നാലും റെക്കോർഡിംഗ് ഒക്കെയും അയച്ചു കൊടുത്തിട്ട് അങ്ങനെ കേൾക്കാറുണ്ട്. അത്രത്തോളം അവർക്ക് ഇതിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ട്രെയിനറിന്റെ ടോപ്പിക് ട്രയാങ്കുലർ തിയറി ഓഫ് ലവ്, അതിനെ കുറിച്ചിട്ട് അവരെന്നെ കൂടുതലായിട്ട് നമുക്ക് പറഞ്ഞു തരും. മാം ഷീന മാം ആണ് ഇന്നത്തെ നമ്മളുടെ ട്രെയിനർ. അവർ കൗൺസിലിംഗ് ഫിസിയോളജിസ്റ്റ്, ടീച്ചർ ആൻഡ് ട്രെയിനർ കരിയർ മാനേജർ. ഏതായാലും ഞാൻ കൂടുതൽ പറഞ്ഞു വലിച്ചു നീട്ടിയിട്ട് സമയം നിങ്ങളുടെ കവർന്നെടുക്കുന്നില്ല. ഏറ്റവും പ്രിയപ്പെട്ട നമ്മളുടെ ട്രെയിനർ ഷീന മാമിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ഈ വേദി അവർക്ക് വേണ്ടി കൈമാറുന്നു. പ്ലീസ് വെൽക്കം മാം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് ആശംസിച്ചുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി തന്നെയായിരിക്കും ഇന്നിരിക്കുന്നത് അല്ലേ? എല്ലാവരും നല്ല ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ എനിക്കും വളരെ സന്തോഷമുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ സെഷനിലേക്ക് നമുക്ക് പോവാം. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ? തിയറിയുടെ പേരെന്താണ്? ദ ട്രയാങ്കുലർ തിയറി ഓഫ് ലവ്. ഈ ലവ് എന്നുള്ള വേർഡ് വളരെ കേൾക്കാൻ ഇഷ്ടമുള്ള വാക്കാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന അല്ലെ? എല്ലാവർക്കും ലവ്. ഞാൻ ഇന്നലെ മനോജ് സാറിനോട് എന്നോട് പറഞ്ഞ സമയത്ത് ഞാൻ ടോപ്പിക് എന്ന് പറഞ്ഞ ഐ ലവ് യു എന്നായിരുന്നു അയച്ചത്. അപ്പോൾ എനിക്ക് അന്നേരം സാറ് പറഞ്ഞു പണ്ട് എപ്പോഴോ ഇങ്ങനെ വന്നിട്ടുണ്ട്,
അതുകൊണ്ട് എന്താക്കണം, നമുക്കതൊന്ന് ചെറിയ രീതിയിൽ, അപ്പൊ ഞാൻ ട്രയാങ്കുലർ തിയറി ഓഫ് ലവ് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഒന്ന് ക്യൂരിയോസിറ്റി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഐ ലവ് യു എന്ന് പറയാൻ ആഗ്രഹിച്ചത്. പക്ഷെ ഏതായാലും നമുക്ക് ആ ലവ് എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ് അത് കേൾക്കുമ്പോൾ തന്നെ, ആരെങ്കിലും നമ്മളോട് ഒരു സ്നേഹമാണ്, ഇഷ്ടമാണ്, ഇല്ലേ, അതൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷാണ്. അപ്പോൾ ഈ ഒരു ലവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സൈക്കോളജിക്കലി ലെവലിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ സ്റ്റേൺബർഗിന്റെ തിയറിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ ആരാണ് സ്റ്റേൺബർഗ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്, പലർക്കും അറിയുന്നതാണ്. സ്റ്റേൺബർഗ് ലവിനെ കുറിച്ച് ഒരു തിയറി നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ തിയറിയിൽ വളരെ ഭംഗിയായിട്ട് ഓരോ ടൈപ്പ് ലവിനെയും, അതുപോലെ തന്നെ ലവ് എങ്ങനെ നമുക്ക് ഏറ്റവും എന്താണ് വളരെ കാലത്തേക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ നമുക്ക് സ്റ്റേൺബർഗ് വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റേൺബർഗിന്റെ തിയറിയിലൂടെ നമുക്ക് എല്ലാവർക്കും ഒന്ന് കുറച്ച് സമയം ഒന്ന് ഒരുമിച്ച് പോവാം. ഓക്കെ, നമുക്ക് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. യെസ് മാം. ഒരു മിനിറ്റ്. കാണുന്നുണ്ടോ? ആ, വരുന്നുള്ളൂ. ഓക്കെ, വന്നോ? കാണുന്നുണ്ട്. യെസ്, ട്രയാങ്കുലർ തിയറി ഓഫ് ലവ്. ഈ ട്രയാങ്കുലർ തിയറി ഓഫ് ലവ് എന്ന് പറയുന്നത് അതൊരു സൈക്കോളജിക്കൽ ഫ്രെയിംവർക്കിലെ നമ്മൾക്ക് റിലേഷൻഷിപ്പിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോബർട്ട് സ്റ്റേൺബർഗ് ഈ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ ഇതിൽ തന്നെ ഒരു സൈക്കോളജിക്കലി ഫ്രെയിംവർക്കാണ്. അതുപോലെ ഈ സ്റ്റേൺബർഗിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആരാണ് ഈ സ്റ്റേൺബർഗ് എന്ന് പറഞ്ഞാൽ ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. വളരെ ചിരിച്ച ഫേസോടുകൂടെ നിൽക്കുന്ന ഒരാളെ നിങ്ങൾ കാണുന്നില്ലേ? അദ്ദേഹമാണ് സ്റ്റേൺബർഗ്. സ്റ്റേൺബർഗിന്റെ ഈ മോഡല് 1986 അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒരു കോംപ്രിഹെൻസീവ് ഫ്രെയിംവർക്കാണ്. റിലേഷൻഷിപ്പ് സൈക്കോളജിയിൽ ഇന്നും യൂസ് ചെയ്യുന്ന, നമ്മളെ ഫാമിലി ഫാമിലി ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഡീൽ ചെയ്യുന്ന ആളുകൾ പലപ്പോഴും ഈ തിയറിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് സൈക്കോളജിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറി തന്നെയാണ് ട്രയാങ്കുലർ തിയറി ഓഫ് ലവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒപ്പീനിയനിൽ നമ്മൾ ലവ് എന്ന് പറയുന്നത്, ആ ലവിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 എലമെന്റ്സിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, അല്ലെ കോമ്പണൻസ് ഓഫ് ലവ്, ദ 3 കോമ്പണൻസ് ഓഫ് ലവിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഈ തിയറിയിൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പണൻസ് ആണ് ഈ ഒരു ലവിന് വേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ലവ് എക്സ്പീരിയൻസസിലും ഈ ഒരു 3 എലമെന്റ്സിൽ ഏതെങ്കിലുമൊക്കെ എലമെന്റ്സ് നമുക്ക് കാണാൻ സാധിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ഈ 3 എലമെന്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇന്റിമസി ആണ്, സെക്കൻഡ് വൺ പാഷൻ, തേർഡ് വൺ കമ്മിറ്റ്മെന്റ്. ഇതൊരു ട്രയാങ്കുലർ മോഡലിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ ട്രയാങ്കുലർ തിയറി ഓഫ് ലവ് എന്ന് പറയാനുള്ള കാരണം. ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദിസ് ട്രയാങ്കിൾ റെപ്രസെന്റ്സ് ദ എമൗണ്ട് ആൻഡ് ടൈപ്പ് ഓഫ് ലവ് ഇൻ എനി ഗിവൺ റിലേഷൻഷിപ്പ്. ഏത് റിലേഷൻഷിപ്പിലും നമുക്ക് ഈ 3-ൽ ഏതെങ്കിലും അല്ലെ 3ഉം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഓരോന്നും എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എന്താണ് ഇന്റിമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു എലമെന്റ്സ് ആണ് ഇന്റിമസി. ഈ ഇന്റിമസി ഉണ്ടാവുമ്പോൾ നമുക്ക് എല്ലാ റിലേഷൻഷിപ്പിലും ഇന്റിമസി ഉണ്ടാവാറുണ്ടോ? നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പറയൂ. എല്ലാത്തിലും ഉണ്ടാവാറുണ്ടോ ഇന്റിമസി? സാധ്യത കുറവാണ്. സാധ്യത കുറവാണ്. ഇന്റിമസി എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷണൽ ക്ലോസ്നെസ് ആൻഡ് ബോണ്ടിങ് ആണ്, അല്ലെ? അതായത് നമുക്ക് എന്തും തുറന്ന് പറയാവുന്ന, അല്ലെ, നമ്മുടെ പ്രൈവറ്റ് തോട്ട്സ്, ഫീലിങ്സ്, ഇതൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. നമുക്ക് അവിടെ ഒരു ട്രസ്റ്റ് നിർബന്ധമാണ്, അല്ലെ? ഈ ഒരു എലമെന്റ് ഇന്റിമസി ഉണ്ടാവണമെങ്കിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ പരസ്പരം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. അങ്ങനെ ആവുമ്പോഴേ നമുക്ക് എല്ലാ കാര്യങ്ങളും അവരോട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു
ഇന്റിമസി എന്ന് പറയുന്ന ഒരു കോമ്പണന്റ് ഏറ്റവും പ്രധാനമാണ് ലവിൽ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ കോമ്പണന്റ് നമുക്ക് പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ കഴിയുന്നതല്ല. ചിലപ്പോഴും അത് ഡെവലപ്പ് ഗ്രാജ്വലി ആണ്, ക്രമേണ അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരാറാണുള്ളത്. അതുപോലെ തന്നെ പരസ്പരം നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് നമുക്ക് നമ്മുടെ ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് ടൈമും ആവശ്യമാണ്. അപ്പൊ ആ ടൈമും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഈ ഒരു ഇന്റിമസി ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് ഇന്റിമസി ഉണ്ടാവണമെങ്കിൽ നമ്മൾ പരസ്പരം അറിഞ്ഞും അതുപോലെ തന്നെ ഒരു ട്രസ്റ്റ് ഒക്കെ ഉണ്ടാവുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും നമ്മൾ ഷെയർ ചെയ്യാറില്ല. നമുക്ക് ഏറ്റവും തോന്നുന്ന എന്തെങ്കിലും അത്രയ്ക്കും നല്ലൊരു ക്ലോസ് ആയിട്ടുള്ള ആളുകളോട് മാത്രമേ നമ്മൾ ഷെയർ ചെയ്യാറുള്ളൂ. അതുപോലെയാണ് ഇന്റിമസി എന്ന് പറയുന്ന ഒരു അത്രയ്ക്കുള്ള ഒരു ക്ലോസ് ആയിട്ടുള്ള ബോണ്ട് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. സെക്കൻഡ് വൺ വേണ്ടത് പാഷൻ ആണ്. പാഷൻ എന്ന് പറയുന്നത് അതിനൊരു ഹോട്ട് കോമ്പണന്റ് ആയിട്ടാണ് സ്റ്റേൺബർഗ് പറയുന്നത്. ഇത് എങ്ങനെയാണ് ഈ ഒരു എലമെന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഫിസിക്കൽ അട്രാക്ഷൻ ആണ്. അതുപോലെ തന്നെ ഒരു പവർഫുൾ മോട്ടിവേഷൻ ഡ്രൈവ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റൊമാൻറ്റിക് സ്പാർക്കൊക്കെ പാഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഇന്റിമസി കുറേ വർഷങ്ങളെ കുറച്ച് കാലങ്ങൾ കൊണ്ടാണെങ്കിൽ പാഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ അതൊരു അൺസ്റ്റേബിൾ കോമ്പണന്റ്. എല്ലായ്പ്പോഴും ഈ പാഷൻ ഒന്നും ഉണ്ടാവണമെന്നില്ല. ഫിസിക്കൽ അട്രാക്ഷൻ ഒക്കെ നമുക്ക് ചിലരോട് തോന്നും, പക്ഷെ അത് കുറേ കാലം നിലനിൽക്കണം എന്നൊന്നുമില്ല. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് കുറഞ്ഞു പോവാം. അതുകൊണ്ടാണ് ഇത് റാപ്പിഡ്ലി ഡെവലപ്പ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ് പാഷൻ. തേർഡ് വൺ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് കമ്മിറ്റ്മെന്റ്. മൂന്നാമത്തെ എലമെന്റ് കമ്മിറ്റ്മെന്റ് ആണ്. ഇതൊരു കോൾഡ് കോമ്പണന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ ഈ ഒരു ഏതൊരു റിലേഷൻഷിപ്പ് നമുക്ക് കോൺഷ്യസ് ആയിട്ട് മുന്നോട്ട് അത് കുറേ കാലം നിലനിൽക്കണമെങ്കിൽ കമ്മിറ്റ്മെന്റ് കൂടെ വേണമെന്നാണ്. അതായത് കോഗ്നിറ്റീവ് ഡിസിഷൻസ് ടു സ്റ്റേ ടുഗദർ, നമുക്കത് കുറെ കാലത്തേക്ക് വേണം. അങ്ങനെയുള്ള ആ ഒരു ലെവലിലേക്ക് ആ ഒരു എലമെന്റിനെയാണ് നമ്മൾ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. ടു പ്രൊവൈഡ് ദ സ്ട്രക്ചറൽ ഫൗണ്ടേഷൻ ദാറ്റ് എനേബിൾസ് റിലേഷൻഷിപ്പ് ടു വെദർ ചാലഞ്ചസ്. ദിസ് കോമ്പണന്റ് ട്രാൻസ്ഫോംസ് ഫീലിംഗ്സ് ഇൻ ടു ലാസ്റ്റിംഗ് ബോണ്ട്. ഇതാണ് നമ്മളെ വർഷങ്ങളോളം നമ്മൾ ഒരുമിച്ച് നിലനിൽക്കാനുള്ള ആ ഒരു നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ് കമ്മിറ്റ്മെന്റ് ആണ്. അപ്പൊ ഈ 3 എലമെന്റ്സിനെ ഒരു ട്രയാങ്കുലർ ഷേപ്പിലാണ് ഇദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് 3 ഭാഗങ്ങളാക്കി നമ്മൾ നേരത്തെ കണ്ട ട്രയാങ്കിളിനെ പോലെ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലവിനെ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൽ പ്രധാനമായിട്ട് 8 ടൈപ്പ് ഓഫ് ലവ് ആണ്. ഇനി നമ്മൾ നമ്മുടെ കാലങ്ങളിലേക്ക് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പിലൂടെ നമുക്കൊന്ന് ജസ്റ്റ് മുന്നോട്ട് പോവാം. അതിൽ ഒന്നാമത്തത് ലൈക്കിംഗ് എന്നുള്ളതാണ്. ഡിഫറെന്റ് ഈ 3 എലമെന്റ്സിന്റെയും ഡിഫറെന്റ് കോമ്പിനേഷൻസ് വരുമ്പോഴാണ് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലവിനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതിൽ ഒന്നാമത്തതാണ് ലൈക്കിംഗ് എന്ന് പറയുന്നത്. ഈ ലൈക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു എലമെന്റിൽ ഇന്റിമസി മാത്രമേ ഉണ്ടാവൂ. ഞാൻ പറഞ്ഞു 3 എലമെന്റ്സ് ഉണ്ട് അല്ലെ. ഈ 3 എലമെന്റ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റിമസി എന്ന് പറയുന്ന 3 പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഇവിടെ ഇന്റിമസി മാത്രം കാണുന്ന ചില ലവ് നമുക്ക് കാണാൻ കഴിയും. അതിന് എക്സാമ്പിൾ ആണ് ട്രൂ ഫ്രണ്ട്ഷിപ്പ്. അവിടെ പാഷനോ കമ്മിറ്റ്മെന്റോ ഉണ്ടാവാറില്ല. കമ്മിറ്റ്മെന്റ് ചിലപ്പോൾ ആ ഫ്രണ്ടാണ് കുറെ കാലം നിൽക്കണം എന്നൊക്കെയുള്ള ചെറിയ രീതിയിൽ ഉണ്ടാവാന്നല്ലാതെ, പക്ഷെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഇന്റിമസിയാണ്. നമുക്ക് എന്തും ഷെയർ ചെയ്യാൻ പറ്റും, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ പറയാൻ പറ്റും. അങ്ങനെയുള്ള ആ ഒരു ലവിനെയാണ് ലൈക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ ഇൻഫാക്ച്വേഷൻ ആണ്. ഇൻഫാക്ച്വേഷൻ എന്ന് പറയുമ്പോൾ അവിടെ പാഷൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ. നമ്മൾ ഓരോരുത്തരുടെയും 15, 16, 17 ആ ഒരു ഏജിലേക്ക് നമുക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് ഉണ്ടാവുന്ന ലവ് പലപ്പോഴും പാഷൻ ഓൺലി ലവ് ഉണ്ടായിട്ടുണ്ടാവാം. അതായത് ഇപ്പോഴത്തെ കുട്ടികൾ പറയും പോലെ ക്രഷ് തോന്നിയിട്ടുണ്ടാവാം അല്ലെ, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അല്ലെ. അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഓർമ്മിച്ച് നോക്കുക. അതായത് അവിടെ ഇന്റിമസി ഒന്നും ഉണ്ടാവുന്നില്ല അല്ലെ. അവിടെ അതേപോലെ തന്നെ എന്തുണ്ടാവാറില്ല, കമ്മിറ്റ്മെന്റ് ഒന്നും പലപ്പോഴും കാണാറില്ല. ഈ 2 എലമെന്റ്സ് കുറവാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ആദ്യം വരിക പാഷൻ ആണ്.
പാഷൻ ഓൺലി ആണ്. അതായത് പക്ഷെ എന്നിരുന്നാലും ചില റിലേഷൻഷിപ്പ് ഇവിടെയൊക്കെ ലവ് മാരേജസ് ചെയ്ത ആളുകൾ ഉണ്ടാവും. അവിടെ എന്ത് വന്നിട്ടാണ് കുറെ കഴിയുമ്പോൾ അവിടെ ഇന്റിമസിയും വന്നു, അതേപോലെ തന്നെ കമ്മിറ്റ്മെന്റും വന്നിട്ടാണ് നമ്മൾ മാരേജിലേക്കും അതുപോലെ തന്നെ ആ ലോങ് എന്താണ് നമ്മൾ കുറെ കാലം കൊണ്ടുപോകുന്നത്. ഈ പലപ്പോഴും ഇൻഫാച്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ ഇത് വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. ഇപ്പൊ പാഷൻ മാത്രമാണ് പല കുട്ടികളിലും കാണാറുള്ളത്. നമ്മൾ എന്താണ് ടീനേജേഴ്സ് ആ ഒരു ഏജിലുള്ള ആളുകളൊക്കെ ആയിട്ട് പിന്നെ പലരും എന്താണ് കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ കുട്ടികളൊക്കെ പറയുന്നത് നമുക്ക് എന്താണ് പലപ്പോഴും അവരുടെ റിലേഷൻഷിപ്പിലൊക്കെ പാഷൻ മാത്രം കാണാറുണ്ട്, പക്ഷെ ഇന്റിമസിയോ അതുപോലെ തന്നെ കമ്മിറ്റ്മെന്റ് ഒന്നും കാണാറില്ല. പക്ഷെ ചില കേസിൽ ഇതേപോലെ തന്നെ കുറച്ച് കാലങ്ങൾ പാഷൻ നിന്നായിരിക്കാം, പക്ഷെ പിന്നീട് അത് ഇന്റിമസിയിലേക്കും കമ്മിറ്റ്മെന്റിലേക്കും ഒക്കെ പോവാം. ഞാൻ ഇപ്പോഴും ഓർക്കാണ്, ഞാനൊരു ചെറിയ ഒരു കുഞ്ഞുനാൾ ഒരു 2 or 3 പഠിക്കുന്ന സമയത്താണ് ഒരു 10th ക്ലാസ്സിലെത്തിയ ഒരു 10th ഒരാൾ അവിടെയുള്ള അടുത്തുള്ള ഹൈസ്കൂളിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും സൂയിസൈഡ് ചെയ്യാണ്. അതായത് സ്പോർട്സ് ഡേ കഴിഞ്ഞ് അന്ന് പിന്നെ എല്ലാവരും വീട്ടിലേക്ക് പോയി, എല്ലാ സാറന്മാരും പോയി, അതിനുശേഷം ഇവരെ കാണാതായി. പിന്നെ നോക്കുമ്പോൾ ഒരു ക്ലാസ് റൂമിൽ സൂയിസൈഡ് ചെയ്തിട്ട് നമുക്ക് കാണാം. ശരിക്കും അത് എന്താണ് ചെറിയ പ്രായമാണ്, പക്ഷെ അവിടെ എന്തായിരിക്കാം വെറും പാഷൻ ആയിരുന്നില്ല അവരുടെ ലവ് എന്ന് പറയുന്നത്. അവിടെ ഇന്റിമസിയും അതുപോലെ തന്നെ കമ്മിറ്റ്മെന്റും വന്നിട്ടായിരിക്കാം. നമുക്ക് ഒന്നിക്കാൻ കഴിയില്ല, പക്ഷെ നമ്മൾ മരണത്തിലെങ്കിലും ഒന്നിക്കാം എന്നുള്ള രീതിയിലായിരിക്കും. ഞാൻ ഇത് എന്താണ് പഠിച്ചാല് ഈ ഒരു തിയറി ചിന്തിച്ച സമയത്ത് എനിക്ക് അവരെ പെട്ടെന്ന് ഓർമ്മ വന്നു. ആ ഒരു എന്താണ് ചെറുപ്പത്തിലൊക്കെ നമ്മൾ അത് ഇങ്ങനെ ഓർമ്മിക്കല്ലോ. പിന്നെ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പിന്നീട് ആ ക്ലാസ്സിൽ ഞാൻ ആ ക്ലാസ്സിലായിരുന്നു 8th സ്റ്റാൻഡേർഡിലേക്ക് വന്നത്. അവിടെ എപ്പോഴും കുട്ടികൾ പറയായിരുന്നു ഇവിടെയാണ് ഒന്ന് പ്രേതം അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പേടിയുള്ള ഒരു ടൈമാണല്ലോ. അതിങ്ങനെ പറഞ്ഞ് പേടിക്കുകയും ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടി സ്ഥിരം അവിടെ പേടിച്ചുകൊണ്ട് തലകറങ്ങി വീഴുന്നതും പതിവായിരുന്നു. അതായത് അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവള് എന്താണ് തലകറങ്ങി. ഇന്ന് എനിക്ക് മനസ്സിലാകുന്ന ആ കുട്ടിയിൽ അത്രയ്ക്ക് ആ സ്റ്റോറി ക്യാച്ച് ചെയ്തത് കൊണ്ടായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം കൂടെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ ഇൻഫാച്വേഷൻ എന്ന് പറഞ്ഞാൽ പൊതുവെ അതെന്താണ് ക്രഷ് ആയിരിക്കും, അതുപോലെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണ്, പാഷൻ മാത്രമാണ് ആ എലമെന്റിൽ ഉണ്ടാവുന്നത്. ദെൻ തേർഡ് വൺ എന്താണ് എംപ്റ്റി ലവ് ആണ്. അവിടെ കമ്മിറ്റ്മെന്റ് മാത്രമാണ്. ഡ്യൂട്ടി ബേസ്ഡ് റിലേഷൻഷിപ്സ് ലാക്കിംഗ് ഇമോഷണൽ ഓർ ഫിസിക്കൽ ഇന്റിമസി. ഇവിടെ പലപ്പോഴും പാഷനോ ഇന്റിമസിയോ കാണാറില്ല. ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പലപ്പോഴും ഫാമിലിയുടെ നിർബന്ധത്തിന് എന്താണ് മാരേജ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് പിന്നീട് അവരിൽ ഒരു ഇന്റിമസി ഉണ്ടാക്കാനോ പെട്ടെന്ന് ഒരു ഫിസിക്കൽ അട്രാക്ഷനോ അല്ലെ പാഷനോ ഒന്നും തോന്നില്ല. അവരുടെ എന്താണ് കമ്മിറ്റ്മെന്റ് കൊണ്ട് മാത്രം അവരുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് കാണാം. അൺഹാപ്പി മാരേജസിലൊക്കെ പലപ്പോഴും എന്താണ് ഇങ്ങനെയുള്ള കേസുകൾ അല്ലെ അതായത് പാഷന്റെയും അതുപോലെ തന്നെ ഇന്റിമസിയുടെയും കുറവ് കാണാറുണ്ട്. അങ്ങനെയുള്ള ഇവിടെ കമ്മിറ്റ്മെന്റ് മാത്രമാണ് ഉണ്ടാവുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്താണ് റൊമാൻറ്റിക് ലവ് ആണ്. റൊമാൻറ്റിക് ലവ് എന്ന് പറയുമ്പോൾ ഇന്റിമസിയും ഉണ്ടാവുന്നുണ്ട്, പാഷനും ഉണ്ട്. 2 എലമെന്റ്സ് അവിടെ കാണാം. അവിടെ ഡീപ്പ് ഇമോഷണൽ കണക്ഷൻ വിത്ത് ഫിസിക്കൽ അട്രാക്ഷൻ ബട്ട് ലാക്കിംഗ് ലോങ് ടേം കമ്മിറ്റ്മെന്റ്. അതായത് ഇവിടെ റൊമാൻറ്റിക് ലവ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഇന്റിമസി നല്ലോണം ഉണ്ടാവും, പാഷനും ഉണ്ടാവും. പക്ഷെ അവിടെ കമ്മിറ്റ്മെന്റ് എന്താവണമെന്നില്ല, നിർബന്ധമില്ല. കമ്മിറ്റ്മെന്റ് പലപ്പോഴും അതായത് അവര് ആ ഒരു എന്താണ് ഇന്റിമസി നല്ല രീതിയിൽ ഉണ്ടാവും, ഫിസിക്കൽ അട്രാക്ഷനും ഉണ്ടാവും, പക്ഷെ എവിടെ കമ്മിറ്റ്മെന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ചില സമയത്ത് ഈ റിലേഷൻഷിപ്പ് കൂടുതൽ കാലം നിലനിൽക്കില്ല, കുറച്ചു കാലം കഴിഞ്ഞ് അത് പോവാം. പിന്നെ പക്ഷെ എന്താണ് വീണ്ടും അത് വേണമെങ്കിലൊക്കെ കമ്മിറ്റ്മെന്റിലേക്കൊക്കെ പോവാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു ടൈപ്പാണ് റൊമാൻറ്റിക് ലവ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് കമ്പാനിയേറ്റ് ലവ് ആണ്. കമ്പാനിയേറ്റ് ലവില് ഇന്റിമസിയും കമ്മിറ്റ്മെന്റും ഉണ്ട്, പക്ഷെ എന്തില്ല, പാഷൻ ഇല്ല. ഡീപ്പ് ഇമോഷണൽ ബോണ്ട് ആൻഡ് കമ്മിറ്റ്മെന്റ്, പാഷൻ ഈസ് ലോ ഓർ ആബ്സെന്റ്. ഇവിടെ എന്ത് പ്രസന്റ് അല്ല, പാഷൻ പ്രസന്റ് അല്ല, വളരെ കുറവായിരിക്കും. പക്ഷെ അവിടെ ഇന്റിമസി ഉണ്ട്, കമ്മിറ്റ്മെന്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ പല മാരേജസുകളും ലോങ് ടേം ആയിട്ട് പോകുന്നത് കാണാം. അല്ലെ ചില ഫ്രണ്ട്ഷിപ്പുകൾ, ഇതിൽ ഏറ്റവും എക്സാമ്പിൾ ആണ് നല്ല നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. നമുക്കൊക്കെ നമ്മുടെ എന്താണ് കുഞ്ഞുനാളിലെ ഉള്ള കൂട്ടുകാരൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഇന്റിമസിയും കമ്മിറ്റ്മെന്റും കൊണ്ടാണ്.
വല്ലാത്തൊരു ബോണ്ടായിരിക്കും. ഇപ്പോഴും നമുക്ക് അവരോട് പറയുമ്പോൾ പല കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ എന്താണ് എല്ലാ ദുഃഖങ്ങളും മാറുന്നതായിട്ടും, അതുപോലെ എന്തെങ്കിലും വരുമ്പോൾ അവരായിരിക്കും നമുക്ക് സൊല്യൂഷൻ തരിക. അങ്ങനെയുള്ള നല്ല നല്ല ഫ്രണ്ട്ഷിപ്പുകളൊക്കെയാണ് ഇതിന് കമ്പാനിയേറ്റ് ലവിന് വളരെ വലിയൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഇവിടെ ഇന്റിമസിയും കമ്മിറ്റ്മെന്റും ആണ് പ്രസന്റ് ആയിട്ടുണ്ടാവുക, പാഷൻ എന്തായിരിക്കും, ആബ്സെന്റ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഫാച്ചസ് ലവ് ആണ്. ഫാച്ചസ് ലവ് എന്ന് പറയുമ്പോൾ പാഷനും കമ്മിറ്റ്മെന്റും ഉണ്ട്. അവിടെ എന്ത് കുറവാവാം, അതായത് ഇന്റിമസി കുറയും, ഇന്റിമസി ഉണ്ടാവില്ല. സ്ട്രോങ് പാഷൻ വിത്ത് ക്വിക്ക് കമ്മിറ്റ്മെന്റ്. ചില ആളുകൾ ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ ഫിസിക്കൽ അട്രാക്ഷൻ വരുന്നു, അതിനുശേഷം അവരെന്ത് ചെയ്യും, മാരേജിലേക്ക് എത്തും. അങ്ങനെയുള്ള ആളുകൾ പക്ഷെ അവർ എന്തായിട്ടൊന്നും ഉണ്ടാവില്ല, കുറെ കാലം കൊണ്ട് ഇമോഷണൽ ഇന്റിമസി ഒന്നും അവർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. ആ ഒരു ഫിസിക്കൽ അട്രാക്ഷനിലൂടെ എനിക്ക് അവളെ മാരേജ് ചെയ്യണം, അല്ലെ എനിക്ക് അവനെ മാരേജ് ചെയ്യണം, അങ്ങനെ അവർ മാരേജ് ചെയ്യാൻ തയ്യാറാവുകയും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും. അവിടെ പാഷനും കമ്മിറ്റ്മെന്റും ആണ് ഉണ്ടാവുന്നത്. ഇന്റിമസി എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ആബ്സെന്റ് ആയിട്ടാണ് പലപ്പോഴും കാണാറുള്ളത്. പക്ഷെ പിന്നീട് അവരിൽ ഇന്റിമസിയും ഉണ്ടാവാം കുറെ കാലം കൊണ്ട്. ചിലപ്പോൾ ഇന്റിമസി ഇല്ലാത്ത കേസുകളും ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്. നമ്മളെ പല ഇഷ്യൂസുകളിലെ ഡിവോഴ്സ് ഒക്കെ കൂടുതൽ ഇങ്ങനെ കേസിൽ, അതായത് കമ്മിറ്റ്മെന്റിന് പുറത്ത് അവരെന്ത് ചെയ്യാണ്, മാരേജ് ചെയ്യും. പക്ഷെ പിന്നീട് ചിലപ്പോൾ ഇന്റിമസി ഒക്കെ കുറഞ്ഞ് അപ്പൊ എന്താണ്, എങ്ങനെയെങ്കിലുമൊക്കെ നിലനിൽക്കണം എന്നുള്ള രീതിയിലൊക്കെ പോവാറുണ്ട്. അങ്ങനത്തെ കേസുകളും ഉണ്ടാവാറുണ്ട്. പാഷൻ പ്ലസ് കമ്മിറ്റ്മെന്റ് ആണ് ഇവിടെ കൂടുതൽ പ്രസന്റ് ആയിട്ട് കാണുന്ന എലമെന്റ്സ്. ദെൻ നെക്സ്റ്റ് വൺ നോൺ ലവ് ആണ്. നോൺ ലവ് എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ഓൾ 3 കോമ്പണൻസ്. അതായത് ഈ 3 എലമെന്റ്സും കാണില്ല, പാഷനും ഇല്ല, കമ്മിറ്റ്മെന്റും ഇല്ല, ഇന്റിമസിയും ഇല്ല. അവിടെ എന്താണ്, നമ്മളിപ്പോ ഒരു വഴിയിൽ നടന്നു പോവാണ്, അപ്പൊ ഒരു സ്ട്രേഞ്ചറെ കണ്ടു, അല്ലെങ്കിൽ നമ്മൾ എന്നും സ്ഥിരമായിട്ട് ഒരാളെ കാണുന്നുണ്ടാവും, അയാളോട് നമുക്ക് ഇന്റിമസി ഉണ്ടാവില്ല, പാഷൻ ഉണ്ടാവില്ല, അതുപോലെ തന്നെ യാതൊരു കമ്മിറ്റ്മെന്റും ഉണ്ടാവില്ല. വഴിയിലൂടെ പോകുന്ന ആളുകൾ അല്ലെ, അല്ലെങ്കിൽ നമ്മൾ നിത്യം കാണുന്ന ഏതെങ്കിലും ആളുകളൊക്കെ ആയിരിക്കും, പക്ഷെ ഒരു അടുപ്പമൊന്നും തോന്നുന്നില്ല. അതുപോലെ തന്നെ അവരോട് ഒരു ഫിസിക്കൽ അട്രാക്ഷനോ അവിടെ ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകേണ്ട കമ്മിറ്റ്മെന്റും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള കാഷ്വൽ ഇന്ററാക്ഷൻസിലൊക്കെ വരുന്നത് ഏതാണ്, നോൺ ലവ് ആണ്. ഇനി നെക്സ്റ്റ് 8th ടൈപ്പ് എന്ന് പറയുന്നതാണ് കൺസ്യൂമേറ്റ് ലവ്. ഇതാണ് റിയലി ഐഡിയൽ ലവ് എന്ന് പറയുന്നത് എന്നാണ് സ്റ്റേൺബർഗ്. അതായത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്റിമസി ഉണ്ട്, പാഷൻ ഉണ്ട്, കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതായത് ഇത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ടാസ്ക് ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇത് മൂന്നും എല്ലായ്പ്പോഴും നമ്മൾ 3 എലമെന്റ്സിനെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയണം. അവിടെ അങ്ങനെ നമുക്ക് ചെയ്യണമെങ്കിൽ തന്നെ അവിടെ റിക്വയർസ് ഓൺഗോയിങ് കോൺഷ്യസ് എഫേർട്ട് ആൻഡ് മ്യൂച്വൽ ഇൻവെസ്റ്റ്മെന്റ്. അവിടെ നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ നമ്മൾ അതിനു വേണ്ടി എഫേർട്ട് എടുക്കേണ്ടി വരും അല്ലെ. പലപ്പോഴും പല മാരേജുകളിലും എന്താണ് ഈ 3ഉം ചിലപ്പോഴും കുറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവര് എല്ലാ റിലേഷൻഷിപ്പിലും ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് കോൺഷ്യസ് എഫേർട്ട് കൂടെ വേണം, നമ്മൾ അത് കൊണ്ടുപോകണമെങ്കിൽ. ഇപ്പൊ വൈഫ് ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അവിടെയൊക്കെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ടൈമും കൂടെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ പല ബന്ധങ്ങൾ ടൈം കുറയുമ്പോൾ പല ബന്ധങ്ങളും കുറഞ്ഞു പോകുന്നതായിട്ട് കാണാം. പല ഫാമിലി ഇഷ്യൂസിലും നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ്. പരസ്പരം ചിലപ്പോൾ അവര് തുടക്കത്തിലുള്ള ഇന്റിമസിയോ പാഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയും, കമ്മിറ്റ്മെന്റിന്റെ മാത്രം ഇങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ അതൊരു സക്സസ്ഫുൾ ലൈഫായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഈ കൺസ്യൂമേറ്റ് ലവ് എന്ന് പറയുമ്പോൾ അവിടെ പാഷനും ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ ഇന്റിമസിയും ഉണ്ടാവുന്നുണ്ട്, കമ്മിറ്റ്മെന്റും ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഫോളോ ചെയ്യണമെങ്കിൽ, കൺസ്യൂമേറ്റ് ലവ് ലെവലിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി കുറച്ച് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മൾ കോൺഷ്യസ് എഫേർട്ട് എടുത്തുകൊണ്ട് ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എല്ലാ രീതിയിലുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പരസ്പരമുള്ള ഒരു മ്യൂച്വൽ ഇൻവെസ്റ്റ്മെന്റിലൂടെ മാത്രമേ കൺസ്യൂമേറ്റ് ലവ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇത് ശരിക്കും മോസ്റ്റ് ഫുൾഫില്ലിംഗ് ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ഫോം ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ത്രൂ സസ്റ്റൈനിങ് ഓൾ 3 കോമ്പണൻസ് ഡിമാൻഡ് ഡെഡിക്കേഷൻ ആൻഡ് ഇന്റൻഷണൽ ആക്ഷൻ. അതായത് ബോധപൂർവം തന്നെ ചില പ്രവർത്തികളിലൂടെയും, നമ്മൾ പറയാറുണ്ട് ഒരു വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും അതുപോലെ തന്നെ ഒരാളുടെ ബർത്ത്ഡേ ആണെങ്കിലും അവിടെയൊക്കെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് അവർക്കൊരു വിഷ് ചെയ്യാനില്ലേ, അതൊക്കെ മറന്നു പോകുന്ന അവസരങ്ങളിൽ അതൊക്കെ നമുക്ക് ഈ ഒരു 3 കോമ്പണൻസിനെ ഇല്ലാതാക്കുന്ന ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ 3ഉം മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഹാർഡായിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ്. പക്ഷെ അതങ്ങനെ കൊണ്ടുപോയാൽ ആ റിലേഷൻ
റിലേഷൻഷിപ്പ്, പ്രത്യേകിച്ച് വിവാഹ ബന്ധങ്ങളിലൊക്കെ ഈ മൂന്നും കൂടെ ഉണ്ടെങ്കിൽ അവരുടെ ലൈഫ് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അത് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്ന ഒരു പാരന്റിങ് അതുപോലെ സ്റ്റുഡൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഫീൽഡിലും കൂടെ ആയതുകൊണ്ട് ഞാൻ പറയുന്നത്, അത് അവരുടെ കുട്ടികൾക്ക് കൂടെ ഇത്രയും മനോഹരമായ ഒരു ബന്ധമുള്ള പാരന്റ്സിന്റെ കൂടെയാണെങ്കിൽ ആ കുട്ടികളിലും കൂടെ അതിന്റെ നല്ലൊരു എഫക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഈ സ്റ്റേൺബർഗിന്റെ ഈ തിയറിയിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന 3 എലമെന്റ്സ് തന്നെയാണ്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹെൽത്തി റിലേഷൻഷിപ്പിൽ നമ്മൾക്ക് ഈ 3 എലമെന്റ്സും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. ഓൾ 3 കോമ്പണൻസ് കോൺട്രിബ്യൂട്ട് യുണീക്ലി ടു റിലേഷൻഷിപ്പ് സാറ്റിസ്ഫാക്ഷൻ എന്നാണ്. അതായത് എല്ലാത്തിലും അല്ല, നമുക്കിപ്പം ഇന്റിമസിയും അതുപോലെ തന്നെ കമ്മിറ്റ്മെന്റും ഉണ്ടാവുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അവിടെ എക്സാമ്പിൾ ഏതൊക്കെ നമുക്ക് പറയാം? നമ്മുടെ ഫാദർ, മദർ, അതുപോലെ ഫ്രണ്ട്സ് അല്ലെ, അവിടെ അങ്ങനെ ഉള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. അതല്ലാതെ ഫാമിലി ലൈഫിലൊക്കെ നമുക്ക് ഇത് മൂന്നും കൂടെ, അതായത് ഹസ്ബൻഡ് വൈഫ് അല്ലെ, അവിടെ നമുക്ക് ഈ മൂന്നും കൂടെ കൊണ്ടുപോകുന്നത് നമുക്ക് എന്താണ് ഏറ്റവും നല്ലൊരു റിലേഷൻഷിപ്പായിട്ട് അത് നിലനിർത്താൻ സാധിക്കും. അപ്പൊ അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ടതാണ്, ലവ് ഈസ് ആക്റ്റീവ് നോട്ട് passive. It requires conscious effort and ongoing maintenance. അണ്ടർസ്റ്റാൻഡിങ് ബിൽഡ്സ് ഇൻസൈറ്റ്. അതായത് മറ്റൊരു കോട്ടും കൂടി ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിന്റെ വൈൻഡപ്പ് ഇതിലേക്ക് കടക്കാണ്. ലവ് ഈസ് എ verb not a noun. It is something you do, not just something you feel. ബാലൻസ് ഈസ് ദ സീക്രട്ട് ടു ലാസ്റ്റിംഗ് ബോണ്ട്. അതായത് ഇത് പലരിലും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ബാലൻസ് അവർ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് വളരെ ഒരു എന്താണ്, നമ്മളെ ഏറ്റവും ദീർഘകാലം നിലനിൽക്കുന്ന ബന്ധങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം തന്നെയാണ് ഈ 3 എലമെന്റ്സിന്റെയും ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലവ് തിയറി ഇവിടെ ഉദ്ദേശിച്ചത് ഞാനിത് എല്ലാം ഞാൻ മനസ്സിലാക്കാല്, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ടീനേജേഴ്സിനോടും ഇപ്പോഴുള്ള കുട്ടികളോടൊക്കെ നമ്മൾ പറയേണ്ടത്, ലവ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലവ് ഉണ്ട്. ഈ ലവില് നിങ്ങളുടെ ലവ് എന്താണ്, ഏത് ടൈപ്പാണ്? നമ്മൾ പറഞ്ഞ ആദ്യത്തെ വെറും പാഷൻ മാത്രമുള്ള ലവ് ഒക്കെ ആണെങ്കിൽ അവിടെ പലപ്പോഴും ആ റിലേഷൻഷിപ്പ് പലപ്പോഴും പ്രശ്നങ്ങളിലേക്കാണ് പോവാറുള്ളത്. അത് കുട്ടികളുടെ ഫ്യൂച്ചറിനൊക്കെ ബാധിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് ഇപ്പോഴത്തെ ഗോസ്റ്റിംഗ് പോലുള്ള കാര്യങ്ങൾ. അതായത് ഏതെങ്കിലും ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അല്ലെ ഒരു ബോയും ഗേളും വളരെ നല്ല പാഷൻ കൊണ്ടുണ്ടാവുമ്പോഴെന്നുള്ള റിലേഷൻഷിപ്പാണ്. അവിടെ കമ്മിറ്റ്മെന്റ് ഒന്നും ഉണ്ടാവണമെന്നില്ല. അവരെന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരാൾ വിട്ടു പോകുമ്പോൾ മറ്റാൾ എന്താവും, വളരെ വളരെ സാഡായിട്ടുള്ള അവസ്ഥയിലേക്ക് പോവുകയും അതുപോലെ ഈ കാരണത്താൽ തന്നെ ഡിപ്രഷൻ പോലുള്ള പലതരം ഇഷ്യൂസ് അവരിൽ വരികയും ലാസ്റ്റ് സൂയിസൈഡ് ചെയ്യുന്ന ആ ഒരു കണ്ടീഷനിലേക്കൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട് ചില കേസുകൾ. എന്നാൽ ചില കേസുകൾ വളരെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചിലതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് പാഷന മാത്രമായിരിക്കും, അത് അവർക്ക് പ്രശ്നമില്ല, നെക്സ്റ്റ് അടുത്തതിലേക്ക് പോകും. അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു തിയറിനെ കുറിച്ച് ഇത്രയൊക്കെയാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിച്ചത്. അതിൽ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആഡ് ഓൺ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് എനിക്ക് വരാൻ സാധിച്ചതും അതുപോലെ തന്നെ നിങ്ങളോട് ഒരു കുറച്ച് സമയമെങ്കിലും നിങ്ങൾ എല്ലാവരോടും കൂടെ ഒത്തൊരുമിച്ചിരിക്കാൻ സാധിച്ചതിലുമുള്ള എൻ്റെ സന്തോഷവും സ്നേഹവും നന്ദിയും ഞാൻ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എൻ്റെ സെഷൻ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വൺസ് അഗെയിൻ താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഷീന മാം. 3 കാര്യങ്ങൾ കൊണ്ട് മനുഷ്യന്റെ മനസ്സിലേക്കാണ് കൊണ്ടുപോയത്. സ്നേഹത്തെ കുറിച്ചിട്ടും അതെങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടും. അനുരാഗം പ്രണയത്തിന് ചൈതന്യം നൽകുമ്പോൾ ആത്മീയ അടുപ്പം അതിന് മാധുര്യം നൽകുന്നു, പ്രതിജ്ഞ അതിന് ദൈർഘ്യം നൽകും. നമ്മള് സത്യസന്ധമായിട്ട് ഒരാളെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ശരി, ചെറുപ്പത്തിലുള്ള കളങ്കമില്ലാത്ത സ്നേഹമായിട്ട് ഇപ്പോഴും കൊണ്ടുപോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യവും തുറന്നു പറയാൻ പറ്റും. എല്ലാവരും പറയും എല്ലാതും എല്ലാവർക്കും തുറന്നു പറയാൻ പറ്റൂല എന്നുള്ളത്. ആ ചെറുപ്പത്തിലുള്ള ബന്ധം ഇപ്പോഴും കൊണ്ടുപോകാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ തുറന്നു പറ്റാത്തത് എന്ന് തോന്നുന്നു. ഏതായാലും പ്രിയപ്പെട്ടവരെ, എല്ലാവരുടെയും അഭിപ്രായം വേണം. ഇങ്ങനല്ല അവർക്ക് കൊടുക്കുന്ന ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഈ അഭിപ്രായങ്ങളാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും 884 എന്നുള്ളത് 900-ഉം 1000-ഉം 1000ത്തിന്റെ മേലെയും കടന്നു പോകാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരെയും ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് ആദരപൂർവ്വം എല്ലാവരെയും ക്ഷണിക്കണം. പ്ലീസ് വെൽക്കം ഓൾ.
ഗുഡ് മോർണിംഗ് സിന മാം, മനോജാണ്. കുറച്ച് മനോജ്. സമയം കൊണ്ട്, ഒരു 32 മിനിറ്റ് കൊണ്ട് ആ സ്നേഹം സ്നേഹം എത്ര ടൈപ്പ് സ്നേഹം ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. എന്തായാലും ഈ ടൈപ്പ് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ അതിന് അനുസരിച്ച് സ്നേഹിക്കാൻ കഴിയും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ്. നല്ല നല്ല രീതിയിൽ ഈ മൂന്നും കൂടെ ഉൾപ്പെടുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ടാകുമ്പോഴാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാവുമെന്നാണ് എനിക്കും തോന്നുന്നത്. ഇതിൽ പറഞ്ഞ നോൺ ലവ് ആണെന്ന് തോന്നുന്നു അല്ലെ, തേച്ചു പോകുന്ന സ്നേഹം. എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. സീന മാം ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ തിയററ്റിക്കൽ സാധനം ഇതിനെ കുറിച്ച് കേൾക്കുന്നത് കേട്ടോ. റിയലി ഒരു സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡിയും അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഇതിൽ ഈ ഇന്റിമസിയും പ്രോക്സിമിറ്റിയും തമ്മിൽ എന്തെങ്കിലും അങ്ങനെ ഒന്ന് തന്നെയാണോ? ഇന്റിമസിയും പ്രോക്സിമിറ്റിയും തമ്മിൽ അങ്ങനെ പറയാറുണ്ടല്ലോ. ഇന്റിമസി ലീഡ്സ് ടു പ്രോക്സിമിറ്റി എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് അറിയില്ല. എന്തായാലും പിന്നെ വളരെ സൂപ്പർ സെഷൻ ആയിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തിയററ്റിക്കൽ ഒത്തന്റിക് ആയിട്ടുള്ള സെഷൻ കേൾക്കുന്നത്. സീന മാം താങ്ക് യു വെരി മച്ച്. നല്ല വോയിസ് ഗുഡ് മോർണിംഗ് മാഡം, ഞാൻ വിശ്വനാഥന്. ഒരു ഒബ്സർവേഷൻ ഉണ്ട് വളരെ. അതായത് ഞാനിങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്ന ഈ 3 കാര്യങ്ങളിലും ഞാൻ കേട്ടിരിക്കുന്നത് ഒരു ആഡിങ് പോലെയാണ് ഞാനിപ്പോ പറയാൻ ശ്രമിക്കുന്നത്. അത് ഒന്ന് ഇങ്ങനെയാണ്, അതായത് കാമുകന്മാരുടെ സ്നേഹം ഒരാളിന്റെ ഇപ്പൊ അങ്ങനെ. രണ്ടാമതൊരു സ്നേഹം പാരന്റ്സിനോട്, അത് ഭയങ്കര വ്യത്യസ്തമാണ്, എൻറ്റയർലി ഡിഫറെന്റ്. ഈ 3 ഇക്വേഷൻസ് അങ്ങനെ ഒരു അപ്രോച്ചബിൾ ആകണമെന്ന് നിർബന്ധമില്ല. പാരന്റ്സിനോടുള്ള ഒരു ലവ്. മൂന്നാമത്തെ ഒരു സ്നേഹമുണ്ട്, ദൈവത്തോടുള്ള ഒരു സ്നേഹം, അൺകണ്ടീഷണൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ഒന്നും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ദൈവത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നു, ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അവിടെ നെഗറ്റീവ് സൈഡ് ആണെങ്കിൽ പോലും പോസിറ്റീവായിട്ട് സ്നേഹിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. അങ്ങനെ സ്റ്റോർഗെ, ഫീലിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്ന വാക്കുകൾ മുമ്പ് എൻ്റെ ശ്രദ്ധയിൽ ഇങ്ങനെ പെട്ടിട്ടുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പോപ്പ്, ഒരു ബെനഡിക്റ്റ് 16 പാപ്പ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. ഈ സ്നേഹത്തെക്കുറിച്ച് എഴുതിയപ്പോൾ സ്നേഹത്തിന്റെ 4 കൈവഴികൾ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. കാമുകന്മാരുടെ, പിന്നെ പാരന്റ്സിനോടുള്ള സ്നേഹം, ഭാര്യയോടുള്ള സ്നേഹം, അത് കഴിഞ്ഞിട്ട് ദൈവത്തോടുള്ള സ്നേഹം. താങ്ക് യു. ഇത്രയേ ഉള്ളൂ. വളരെ മനോഹരമായിരിക്കുന്നു. അതിനെ ഈ ഒരു കാലഘട്ടത്തിന്റെ ഈ ഒരു ചുവരെഴുത്തുകളിൽ കുറിച്ചു വെച്ചത് വളരെ മനോഹരമായിരിക്കുന്നു. താങ്ക് യു മാഡം. താങ്ക് യു സർ. നെക്സ്റ്റ്. സീന മാം ഇത് ബുക്കാണോ? ഇത് ബുക്കായിട്ടുണ്ടോ? റൈറ്റർ പേര് ഓർമ്മ. ബുക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റേൺബർഗിന്റെ തിയറി എന്ന് പറഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് സൈക്കോളജിയിലൊക്കെ പഠിക്കാനുള്ള ഒരു കാര്യമാണ് ലവിനെ കുറിച്ച്. സ്റ്റാൻബർഗ് ആണോ? എന്താ പേര്? സ്റ്റാൻബർഗ്. സ്റ്റേൺബർഗ് അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. റിലേഷൻഷിപ്പ് സൈക്കോളജിയിൽ ഈ തിയറി അപ്ലൈ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര്. ഓക്കെ താങ്ക് യു സീന. ഓക്കെ, നെക്സ്റ്റ്. ഗുഡ് മോർണിംഗ് സീന മാം. ഗുഡ് മോർണിംഗ്. സ്നേഹം എന്നൊക്കെ ഉള്ളത് കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം ടൈപ്പിലുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. 3 പ്രധാന അതിന്റെ കമ്പോണൻസും അതുപോലെ തന്നെ അതിന്റെ കീഴിൽ 8 ടൈപ്പില് ലവിനൊക്കെ ഡെഫിനിഷൻസ് ഒക്കെ കേട്ടത് ആദ്യമായിട്ടാണ് കേട്ടോ. വളരെ പക്ഷെ കേട്ട് നോക്കുമ്പോൾ ഓരോന്നും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാവുന്നു. കാരണം എല്ലാം ഒരുപോലെയല്ല. പൊതുവേ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ സ്നേഹം എന്നുള്ള ആ ഒരു വാക്കിനെ പറ്റി മാത്രം നമ്മള് സ്നേഹം എന്നുള്ള പൊതുവിലൊരു ഇതിൽ വരുന്നു. പക്ഷെ ഓരോന്നും ലൈക്കിങ് എന്താണ്, ഇൻഫച്വേഷൻ എന്താണ്, അങ്ങനെ ഓരോ ടൈപ്പിലേക്ക് ഡെഫിനിഷൻ മാഡം പറയുമ്പോഴാണ് ഇതൊക്കെ തമ്മിൽ ഇങ്ങനെ ചെറിയ ഡിഫറൻസിൽ മാറ്റത്തിനനുസരിച്ച് ഇങ്ങനെ 8 ടൈപ്പ് ഒക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. കുറഞ്ഞ സമയം കൊണ്ടാണെങ്കിലും ആ ഒരു ടോപ്പിക്കിനെ ഒരു ഐഡിയ ഉണ്ടാക്കി തന്നു. താങ്ക് യു മാം. താങ്ക് യു മാം. ഇത് പ്രത്യേകിച്ച് പല കേസുകൾ വരുമ്പോഴേ ഈ കുട്ടികളായിട്ട് ബന്ധപ്പെട്ട അഫയർ കേസിലൊക്കെ അവര് എന്താണ് പലപ്പോഴും പെൺകുട്ടികൾ കേട്ടോ, ഞാൻ അങ്ങനെ പറയല, ചില ആൺകുട്ടികൾ ഉണ്ടാവാം, പക്ഷെ പെൺകുട്ടികളാണ് പാവം. വെറും ഇൻഫാക്ച്വേഷൻ മാത്രമായിരിക്കും ആ ബോയ്ക്ക് ഉണ്ടാവുക. പക്ഷെ അതേ സമയം ഇവരെന്ത് ചെയ്യും, ഇവര് ഇന്റിമസിയും കമ്മിറ്റ്മെന്റും ഒക്കെ അതിൽ വരുത്തും. അപ്പോഴ് അവർക്ക് ഈ കുട്ടി പെട്ടെന്ന് അല്ലെ ആ ബോയ് അങ്ങ് പോയി കഴിഞ്ഞാൽ ഇവർക്ക് ട്രോമയായി. അതുപോലെ പെൺകുട്ടികളും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ആൺകുട്ടിയും പെൺകുട്ടികൾ കുറെ പറ്റിക്കണതുണ്ട്. നമ്മൾ പറഞ്ഞ ഈ തേപ്പ് എന്നുള്ള വേർഡൊക്കെ ഇപ്പൊ വളരെ പരിചിതമാണല്ലോ. പക്ഷെ ഇങ്ങനെ ഉണ്ടാവുമ്പോ കുട്ടികളാകെ ഒരു പ്രശ്നമാവാണ്.
അപ്പോഴാണ് അവർക്ക് ശരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇത്തരത്തിലുള്ള ലവ് ഉണ്ട്, അതായത് പാഷൻ മാത്രമുള്ള ലവ് ഉണ്ട്, ഇന്റിമസി ഉള്ളതുണ്ട്, കമ്മിറ്റ്മെന്റ് വരുന്നതൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അത് ഏതാണ് നോക്കിയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് ലവ് മാരേജ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടിയാണ് കേട്ടോ. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇനിയത്തെ കാലത്ത് പ്രത്യേകിച്ച്, കാരണം കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് അവർക്ക് ഏറ്റവും നല്ലതാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബെസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ കഴിയണം എന്നുള്ള ഒരു ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഒരു മോളാണുള്ളത്. കാരണം ഞാൻ മനസ്സിലാക്കുന്ന ഒന്നും അറിയാത്ത ഒരാളായിട്ടുള്ള പഴയ കാല എൻ്റെ ഒക്കെ ഒരു കാലഘട്ടത്തിലുള്ള ആ ഒരു മാരേജ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഞാൻ എൻ്റെ മോളൊക്കെ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എനിക്കൊരു പേടിയുണ്ടാവും. ഞാൻ വിചാരിക്കും ഒന്നുകിൽ എനിക്കോ ഹസ്ബൻഡിനെ അറിയണ നല്ലൊരു ബന്ധത്തിലേക്ക്, അല്ലെങ്കിൽ ഒന്നുകിൽ അവൾക്ക് ഏറ്റവും അത്രയ്ക്കും. പക്ഷെ നമ്മൾ തെരഞ്ഞെടുക്കുന്ന ആ ഒരു രീതിയിൽ കുട്ടികളും ബോധവാന്മാരാവണം. വെറുതെ എന്തെങ്കിലും എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള ആളുകളിലേക്കൊന്നും പോവാതെ നല്ലൊരു ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു ഫസ്റ്റ് ചിലപ്പോൾ പാഷനിലൂടെ ആയിരിക്കാം, പക്ഷെ പിന്നീട് ഇന്റിമസിയും കമ്മിറ്റ്മെന്റും ഒക്കെ ഉണ്ടെങ്കിൽ ചിലത് എന്തായിരിക്കും വളരെ സക്സസ് ആയിട്ട് പോവാറുണ്ട്. ശ്രീരാമ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോ ഇത്രയും നാളിനുള്ളിൽ, ഇത്രയും ജീവിത കാലഘട്ടത്തിന്, ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ പലരെയും അല്ലെങ്കിൽ എല്ലാവരെയും തന്നെ സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഈ പറയുന്ന ഇന്റിമസിയും എന്തുവാണ് ഇന്റിമസി, പിന്നെ കമ്മിറ്റ്മെന്റ്, പാഷൻ, കമ്മിറ്റ്മെന്റ്, പാഷൻ തുടങ്ങിയിട്ടുള്ള ഈ ഘടകങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെ വളരെ മനോഹരമായിട്ട് മാഡം ഒരു ചിത്രം വരച്ചു തരുന്നത് പോലെ രാവിലെ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് പകർന്നു തരുവാൻ മാഡത്തിന് കഴിഞ്ഞു. നല്ലൊരു സെഷൻ ആയിരുന്നു മാഡം. താങ്ക് യു. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സൂപ്പർ സെഷൻ. ഇതുവരെ ഇങ്ങനെ ഒരു ക്ലാസ് കേട്ടിട്ടേ ഇല്ല. നമ്മളിങ്ങനെ എല്ലാം നമ്മളിൽ ഉണ്ടാവും സ്നേഹമൊക്കെ, പക്ഷെ ഈ തിയറി ഒന്നും ഉൾക്കൊണ്ടിട്ടല്ല നമ്മളെ ലൈഫിൽ അതൊന്ന് പ്രാവർത്തികമാക്കിയത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞത്, നമുക്ക് ടീച്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ്സില് കുട്ടികൾക്ക് ഇത് നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതാ. പക്ഷെ നമ്മൾ പൊതുവെ അവരോട് പറഞ്ഞു കൊടുക്കും, സ്നേഹം തെറ്റാണെന്ന് പറയില്ല, അതിന്റെ ഭവിഷ്യത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കലുണ്ട് അടുത്ത ക്ലാസ്സില്. പക്ഷെ ഇത് ഒന്നും കൂടെ ഇനിയിപ്പോ നമ്മൾ വീണ്ടും വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് പോകുമ്പോ തുടക്കത്തിലേ നമുക്ക് കുട്ടികളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാന് വളരെ സിമ്പിളായി നല്ലൊരു ഇൻട്രസ്റ്റിങ്ങും അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ളതാണ്. വളരെ സന്തോഷമായി. അതുപോലെ തന്നെ ഒരുപാട് താങ്ക്സ് മോ. വളരെ എഫക്റ്റീവായ ക്ലാസ് ആണ്, ഒന്നും പറയാനില്ല, നന്ദി വാക്കുകൾ മാത്രം. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. സീന മാം, എന്തോ അടിപൊളി സെഷൻ ആയിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ട്രയാങ്കിൾ തിയറി ഓഫ് ലവ് എന്നുള്ളത് പിന്നെ റോബർട്ട് സ്റ്റേൺബർഗ് എന്നുള്ള ഒരു വ്യക്തിനെ മാഡമാണ് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. ആ ഒരു ട്രയാങ്കിൾ സിസ്റ്റത്തിൽ കൂടി എങ്ങനെ അത് വർക്കൗട്ട് ചെയ്യാന്നുള്ളതും അത് അതിന്റെ ഭവിഷ്യത്തുകളും അല്ലെങ്കിൽ അത് നോർമലൈസ് ചെയ്യേണ്ടതും ജീവിതത്തിൽ പ്രാവർത്തിയാക്കേണ്ട ഒരുപാട് കാര്യങ്ങളും മാഡം പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അത്രയും നല്ല ഡിസിപ്ലിനോട് കൂടിയിട്ടും നീറ്റോട് കൂടിയിട്ടാണ് മാഡം ഇന്ന് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അടിപൊളി സെഷൻ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു സർ. സീന മാം, ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ ബേബി ഒരു കോഴിക്കോടുകാരനാണ്. കോഴിക്കോടുകാരനല്ല, ഞാന് മുക്കത്താണ്. എന്നാ നേരിട്ട് പറഞ്ഞാൽ മതിയോ? ഓ, നേരിട്ട് പരിചയപ്പെടാം. എനിക്ക് 10 കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന് വരാൻ. ഓക്കെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞവര് പിന്നെ ക്ലാസ് മൈൻഡ് ബ്ലോയിങ് ആണ്, നന്നായിരുന്നു, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നെ ടച്ച് ചെയ്ത ഒരേ ഒരു കാര്യമാണ് ലവ് ഈസ് എ വെർബ് നോട്ട് എ നൗൺ. കഴിഞ്ഞു. സന്തോഷമുണ്ട്, ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. ഞാൻ ഹേമർജിനി പ്രകാശ്, തിരുവനന്തപുരത്ത് നിന്ന്. അടിപൊളി സെഷൻ ആയിരുന്നു, സൂപ്പർ. ഞാൻ മാമിനെ ഓർത്തിട്ടുണ്ട്. മാം എല്ലാവരോടും ഐ ലവ് യു എന്ന് പറയാറുണ്ടല്ലോ, ഞാനത് ഓർത്തു കേട്ടോ ഈ ഒരു ടോപ്പിക് എടുത്തപ്പോഴ്. സ്നേഹത്തിന് പകരം വെക്കാൻ ഒന്നും തന്നെ ഇല്ല, അത് സ്നേഹം മാത്രം. എല്ലാവരോടും നിറപുഞ്ചിരിയോടും സ്നേഹത്തോടും കൂടി പെരുമാറുക. ഇന്നത്തെ ഈ കോഫി ടോക്കില് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും അത് ഹൃദയത്തിലൊരു സ്നേഹം തന്നെയാണ്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു ഹേമര. എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കാൻ ഒക്കോ ടീച്ചറെ? അത് പറ്റില്ലല്ലോ അല്ലേ? പറ്റില്ല. ശരിക്കും തേപ്പ് എന്ന് പറയുന്നത് നോൺ ലവ് ആണല്ലേ? ശരിക്കും ചിലപ്പോ പാഷൻ ഉണ്ടായിരിക്കാം.
പിന്നീട് ആ പാഷൻ പോയി പോവായിരിക്കാം ചില സിറ്റുവേഷനില്. lack of intimacy. Okay, Sina ma'am. സീന മാഡം, Sina. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മാഡം, സ്നേഹത്തെ കുറിച്ചുള്ള പലതരം ഡെഫിനിഷൻസ് മാഡം വളരെ കുറഞ്ഞ ടൈമിൽ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിന്റ് ഇന്റിമേസിയാണ്. മാഡം താങ്ക് യു. മറ്റുള്ളവർക്കുള്ള അവസരം നമ്മൾ ടൈം പാഴാക്കണ്ട, അധികം ഞാൻ പറയുന്നില്ല. ഓക്കെ, താങ്ക് യു. നമ്മുടെ പേര് അഫ്സത്ത് എടപ്പാൾ. താങ്ക് യു മാം. ഗുഡ് മോർണിംഗ് സീന മാം, ഞാൻ സ്മിത പയ്യന്നൂരിൽ നിന്നാണ്. ഐ ലവ് യു എന്നാണ് മാം ആദ്യം തുടങ്ങാൻ വേണ്ടി നോക്കിയതെന്ന് പറഞ്ഞു. പക്ഷെ ആ വേർഡ് പലപ്പോഴും മാം പറഞ്ഞ പോലെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു വേർഡുമാണ്. അത് സ്നേഹത്തിന്റെ പല വിഭാഗത്തിലൂടെ മാം പറഞ്ഞു തന്നപ്പോ അത് എന്തെല്ലാം ടൈപ്പ് സ്നേഹം ഉണ്ടെന്ന് ക്ലിയർ കട്ടായിട്ട് എല്ലാവർക്കും മനസ്സിലായ ഒരു സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മള് സ്നേഹം, അമ്മയുടെ സ്നേഹം, സിസ്റ്ററിന്റെ സ്നേഹം, ഫ്രണ്ട്ഷിപ്പില് ഒക്കെ എന്തൊക്കെയാണ് ആ ഇതിൽ വരുന്ന എലമെന്റ് എന്നുള്ളത് കറക്റ്റ് തിയറിറ്റിക്കലി മാം പറഞ്ഞതിൽ വളരെയധികം സന്തോഷം. നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു മാം. നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റാത്തൊരു സാധനം ഉണ്ടെങ്കിൽ വേൾഡിൽ അത് സ്നേഹം മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കിയൊക്കെ നമുക്ക് മണി കൊണ്ട് ഉണ്ടാക്കാം, പക്ഷെ ഇന്റിമസി ഒരിക്കലും നമുക്ക് പൈസ കൊടുത്ത് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. സോ നൈസ് സെഷൻ മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒത്തിരി പേര് ഫീഡ്ബാക്കുമായിട്ട് വന്നു, വളരെ സന്തോഷം. അതുപോലെ മെസ്സേജിലും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാഡം ചിരി ചിന്ത വിജ്ഞാനം, മാഡം ഇതിന്റെ മുമ്പ് ക്ലാസ് എടുത്താണല്ലോ, അറിയാലോ. ഒരു ക്വിസ് മത്സരം ഉണ്ടല്ലോ. അപ്പൊ അത് സത്യത്തില് ക്വിസ് മത്സരം ഒരുപാട് പേർക്ക് രാവിലെ തന്നെ ഒരു എനർജി കിട്ടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇന്നത്തെ ക്വിസ് മത്സരത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ കുന്നത്ത് മനോജ് സാറിനെ ഞാൻ സ്നേഹപൂർവ്വം എടുക്കുന്നു. സാർ പ്ലീസ്. താങ്ക് യു ചെയർമാൻ. ക്വിസ് മത്സരത്തിൽ പുതിയ ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവർ ചാറ്റ് ബോക്സിലൂടെ മാത്രം ആൻസർ ചെയ്യുക. ചോദ്യം ചാറ്റ് ബോക്സിൽ ഉണ്ടാവും. ഓരോ ആൻസറിനും 100 പോയിന്റ്സ് ആണ് കിട്ടുന്നത്. ഒരു ചോദ്യം മാത്രമേ ഒരു ദിവസം ഉണ്ടാവുള്ളൂ. ഈ 7 ദിവസം കൂടുമ്പോൾ അതിൽ സ്റ്റാർ ഓഫ് ദ വീക്ക് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യും. അവർക്ക് പ്രൈസ് ഉണ്ടാവും. അതുകൂടാതെ എല്ലാ ദിവസവും ഓരോ സ്റ്റാർ ഓഫ് ദ ഡേ ആണ് തിരഞ്ഞെടുക്കാറ്. ഇതുവരെ മത്സരിച്ച് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയിന്റ് നമുക്കൊന്ന് നോക്കാം. രമ്യ സന്തോഷ് പാണ്ടിക്കാട് 100 പോയിന്റ്സ്, ശ്രീജേഷ് ഫ്രം പയ്യന്നൂർ 100 പോയിന്റ്സ്, മുരളിയേട്ടൻ 100 പോയിന്റ്സ് ആൻഡ് ഷിനു വർക്കല 100 പോയിന്റ്സ്. നിങ്ങൾക്കുള്ള ചോദ്യം ചാറ്റ് ബോക്സിൽ തരാം. ഓപ്ഷൻസ് ഒന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുസൃതി ചോദ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. ജനറൽ നോളേജ് ഒന്നുമില്ല, എന്നാലും സിമ്പിൾ മാത്സ് അല്ലെങ്കിൽ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാ ചാറ്റ് ബോക്സിൽ ഞാൻ തരുന്നു. 1 മിനിറ്റ്. ചാറ്റ് ബോക്സിൽ ചോദ്യം വന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് ആൻസർ ചാറ്റ് ബോക്സിൽ തന്നെ രേഖപ്പെടുത്താം. ഒരു താറാവിന് മുന്നിൽ 2 താറാവുകളും പിന്നിൽ 2 താറാവുകളും നടുവിൽ ഒരു താറാവ് ഉണ്ടെങ്കിൽ ആകെ എത്ര താറാവുകൾ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സ്മിത മനോജ് കണ്ണൂരിൽ നിന്ന് 3 ആണ് ആൻസർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒന്ന് നോക്കിക്കോട്ടെ. മുരളി സാർ 3 ആണ്, ഷിനു വർക്കല 6 ആണ്, ഗീതാബായ് 5, ഷാഹിദ ടീച്ചർ 3, ശ്രീജന ടീച്ചർ 5, ജ്യോതി കൃഷ്ണൻ 3. പല ആൻസറുകളും ഉണ്ട്. അപ്പൊ പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് ആണ് ഇങ്ങനെ കൂടുതൽ ആൻസർ വന്നിട്ടുള്ളത്. റൈറ്റ് ആൻസർ 3 ആണ്. സ്മിത മനോജ് ആണ് ആൻസർ ഫസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു താറാവിന് മുന്നിൽ 2 താറാവുകൾ, അതായത് ഏറ്റവും പിന്നിലുള്ള താറാവിന് മുന്നിൽ 2 താറാവുകൾ, 3 താറാവുകളാകുമ്പോൾ അങ്ങനെ. അതിനുശേഷം ഏറ്റവും മുന്നിലുള്ള താറാവിന് പിന്നിൽ 2 താറാവുകൾ, അപ്പോഴും 3 തന്നെയാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഓവർ ടു ചെയർമാൻ. കൺഗ്രാറ്റുലേഷൻസ് ടു സ്മിത മനോജ്. താങ്ക് യു മനോജ് സാർ. വളരെ സിമ്പിൾ ആയിട്ട് ശരി ചിന്താ വിജ്ഞാനം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ചിന്തിച്ചിട്ട് നമുക്ക് തീരുമാനിക്കുന്ന ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നത്. സ്മിത മാം, കൺഗ്രാറ്റുലേഷൻസ്. ഏതായാലും സോ മച്ച്. ഏതായാലും നമ്മളുടെ പ്രോഗ്രാമിന് നന്ദി പറയാൻ വേണ്ടിയിട്ട് എറണാകുളത്തുള്ള ആളാവട്ടെ ഒന്ന് നന്ദി പറയാൻ നമ്മളുടെ അമ്പിളി മാമിനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്ലീസ് വരും. താങ്ക് യു. ഹാപ്പി മോർണിംഗ് ടു ഓൾ. ഈ 884 ദിവസം, ഈ 884 എന്ന് പറയുമ്പോൾ തന്നെ 884 അവസരങ്ങളായിരുന്നു.
അതുപോലെ തന്നെ ഇവിടെ എനിക്കും ഒരു അവസരം ലഭിച്ചതിൽ നന്ദി. താങ്ക് യു ചെയർമാൻ ഫോർ ദിസ് പ്രിവിലേജ്. ആദ്യമായി ഇന്നത്തെ സെഷൻ എത്ര വൈബ്രന്റ് ആയിട്ട് ചെയർ ചെയ്ത ഡൈനാമിക് ഇൻസ്പിറേഷണൽ പേഴ്സണാലിറ്റി ആയ ഉസ്മാൻ സാറിന് നന്ദി. താങ്ക് യു. റോബർട്ട് സ്റ്റീൻബർഗ് ട്രയാങ്കുലർ തിയറി ഓഫ് ലവ് എന്ന സിദ്ധാന്തത്തിലെ ഇന്റിമസി, പാഷൻ, കമ്മിറ്റ്മെന്റ് എന്നീ 3 പ്രധാന ഘടകങ്ങളെ വളരെ ലളിതമായിട്ട് ഞങ്ങളിലേക്ക് എത്തിച്ച ഷീന മാമിനോട് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു മാം. കോഫി ടോക്കിന്റെ ഫൗണ്ടറായ ഡോക്ടർ ഹിജാം സാറിന് നന്ദി പറയുന്നു. അതോടൊപ്പം ഈ പ്രോഗ്രാം മനോഹരമായിട്ട് ഹോസ്റ്റ് ചെയ്യുന്ന വെളാഞ്ചേരി റോയൽസ്, നിലമ്പൂർ ഡാഫോഡിൽസ്, താങ്ക് യു സോ മച്ച്. ഈ പ്രോഗ്രാമിനെ ഇത്ര വൈബ്രന്റ് ആയിട്ട് ഈ 884 ദിവസവും ഇത്ര കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇതിലെ പില്ലേഴ്സ് ആയിട്ടുള്ള ശ്രീ സാർ, രേഖ മാം, മുജീബ് സാർ, അതുപോലെ തന്നെ ചെയർമാൻ തന്നെയാണ് നമ്മുടെ പോസ്റ്ററും ഡിസൈൻ ചെയ്യുന്ന അദ്ദേഹത്തിനും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു ഒരിക്കൽ കൂടി. വെൽക്കം സ്പീച്ച് ചെയ്ത ആബിദ മാം, താങ്ക് യു സോ മച്ച്. പിന്നെ ഇതുപോലെ നമ്മളുടെ സ്ഥിരം പാർട്ടിസിപ്പൻസ് ആയിട്ടും എത്ര മുതിർന്ന അംഗങ്ങളായിട്ടുള്ള നിഷീദും നാഗേഷ് ഏട്ടൻ, അബൂബക്കർ സാർ, ഇവരെ പോലെയുള്ള ഓരോരുത്തരുടെയും ഊർജവും ആവേശവുമാണ്. അത് തരുന്ന ഇൻസ്പിറേഷൻ വളരെ വാല്യൂഡ് ആണ്. താങ്ക് യു സോ മച്ച്. കോഫി ടോക്കിന്റെ ജൈത്രയാത്രയിൽ പാർട്ടിസിപ്പേഷനിലൂടെയും ഫീഡ്ബാക്കിലൂടെയും പിന്തുണ നൽകിയ ഓരോ പാർട്ടിസിപ്പൻസിനും നന്ദി രേഖപ്പെടുത്തുന്നു. പങ്കെടുത്തവർ നൽകിയ സഹകരണമാണ് ഇത്രയും ഈ പ്രോഗ്രാമിനെ സക്സസ്ഫുൾ ആക്കുന്നത്. ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഈ പരിശീലനം നമ്മുടെ വ്യക്തിബന്ധങ്ങളെയും സ്നേഹത്തിന്റെ വിവിധ തലങ്ങളെയും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായകമായി. ഈ അറിവ് നമ്മുടെ വ്യക്തി ജീവിതത്തിലും തൊഴിൽ ജീവിതത്തിലും ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. അതുപോലെ തന്നെ കൺഗ്രാറ്റ്സ് ഇന്നത്തെ വിന്നർ സ്മിത മാം. താങ്ക് യു. ഓവർ ടു ചെയർ. താങ്ക് യു അമ്പിളി മാം. 70 പേരോളം ഇന്ന് ഉണ്ടായിരുന്നു കേട്ടോ ഈ പ്രോഗ്രാം കേൾക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ മനോജ് സാറ് ഡെയിലി വന്നിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്, ആരെങ്കിലും ഒന്ന് വെൽക്കം പറയാനുണ്ടോ, ആരെങ്കിലും നന്ദി പറയാനുണ്ടോ. മനോജ് സാറിന് വിളിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആളുകൾ കിട്ടും. കാരണം ഈ ട്രെയിനർമാരൊക്കെയും ഒരുവിധമൊക്കെ ഉണ്ടാക്കുന്നത് അദ്ദേഹം തന്നെയാണ്. അപ്പൊ ഒരു വെൽക്കം പറയാനും നന്ദി പറയാനൊക്കെയും ആളെ കിട്ടണയിൽ ഒരു ബുദ്ധിമുട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ നമുക്ക് കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റിയും നമ്മളത് ഉപയോഗിക്കുന്നില്ല. നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റോ അല്ലെങ്കിൽ ഇനി അവർക്ക് എന്തെങ്കിലും തോന്നുമോ, എന്താ ഇനിയിപ്പോ ഞാൻ പറയുമ്പോ വാക്കുകളൊന്നും കിട്ടാതെയാകോ, ചങ്കില വെള്ളം പറ്റുമോ. നമ്മളൊന്നൊരു തുടക്കം കുറിച്ചു കഴിഞ്ഞാല് ആദ്യത്തെ ദിവസം ഒരുപാട് തെറ്റുകൾ ഉണ്ടാവും. രണ്ടാമത്തെ ദിവസം 3, 4, 5, 10 പ്രാവശ്യം തെറ്റുകൾ ഉണ്ടാകും. പക്ഷെ അത് കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ വിജയിക്കും. നല്ല വളരെ എന്താ വെച്ചാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ട് സംസാരിക്കും. ഇപ്പൊ അതിന്റെ ഒരു ഉദാഹരണമാണ് അമ്പിളിമേമും അബിതാമേമും. എല്ലാവരും മുന്തിയ നിലയിൽ നിൽക്കുന്ന ആളുകളാണ്. പക്ഷെ ചില സമയത്ത് ആളുകൾ മുന്നിൽ വന്നിട്ട് പെർഫോമൻസ് ചെയ്യുമ്പോൾ ചെയ്യാൻ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾക്ക് കിട്ടുന്ന ഓരോ സംഭവങ്ങളും നമ്മളത് ഉപയോഗിക്കുക, അത് മുതലാക്കുക എന്നൊക്കെ പറയില്ലേ, മറ്റൊരാളെ മുതലെടുക്കുക എന്നല്ല. നമുക്ക് കിട്ടുന്ന എന്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അത് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അങ്ങനെ പരിശ്രമിക്കുമ്പോൾ എന്താന്ന് വെച്ചാല് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരു ഫാമിലി മീറ്റ് ഒക്കെ അവർ സംഘടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ധൈര്യത്തിൽ കയറിയിട്ട് നമുക്ക് സംസാരിക്കാനുള്ളൊരു കെൽപ്പുണ്ടാവും. മറ്റേത് ആഗ്രഹം ഉണ്ടാകും, ഒന്ന് പാടണമെന്നോ അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കണമെന്നോ. ഇങ്ങനെ കൊതി ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, അത് കിട്ടിക്കഴിഞ്ഞാലുള്ള അതിന് ഭംഗി ഉണ്ടാകുക. ഏതായാലും ഇന്നത്തെ 884 ദിവസം ഇതിലേക്ക് ട്രെയിനർമാരെ കൊണ്ടുവരുന്ന എന്റെ കോർഡിനേറ്റർമാർക്ക് എല്ലാവർക്കും ഞാൻ ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുകയാണ്. സ്നേഹം ദൈവം ശരി, നമ്മുടെ പൗലോ കൊയ്ലോന്റെ വാക്കുകൾ കൊണ്ട് തന്നെയാണ് ഞാനൊന്ന് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. വെളിച്ചത്തിന്റെ പോരാളികൾ എന്നുള്ള ബുക്കിൽ നിന്നും എടുത്തത് സ്നേഹം ദൈവം ശരി. ഈ ചെറിയ വാക്കുകളാണ് എല്ലാ ഭാഷകളിലെയും ഏറ്റവും പ്രധാനപ്പെട്ടവെന്ന് പോരാളിക്കാറുള്ളത്. പറയാൻ വളരെ എളുപ്പമുള്ള വാക്കുകൾ അവ വിശാലമായ ശൂന്യ പ്രദേശങ്ങൾ നിറക്കുന്നു. പക്ഷെ മറ്റൊരു വാക്കുണ്ട്, മറ്റൊരു ചെറിയ വാക്ക്. മിക്കവർക്കും അതൊന്ന് പറയാൻ കടുത്ത വിഷമമാണ്. ആ പദമാണ് വേണ്ട. വേണ്ട ഒരിക്കലും പറയാത്ത ഒരാൾ തന്നെക്കുറിച്ച് തന്നെ ഉദാഹരണം മറ്റുള്ളവരെ മനസ്സിലാക്കുന്നവനും വിനീതനുമാണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്നത്. കാരണം വേണ്ട എന്ന പദം ഒരു മലിനമായ സ്വാർത്ഥപൂരിതമായ ആത്മീയക്കെതിരായ പദമാണെന്ന് പൊതുധാരണ. ഈ കെണിയിൽ പോരാളി വീഴുന്നില്ല. മറ്റുള്ളവരോട് ശരി പറയുമ്പോൾ തന്നോട് തന്നെ യഥാർത്ഥത്തിൽ വേണ്ട എന്ന് പറയുന്ന സന്ദർഭങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് അവൻ അവന്റെ ഹൃദയത്തിൽ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അവന്റെ ചുണ്ടുകൾ കൊണ്ട് അവൻ ശരിയെന്ന് പറയാതിരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ 884 ദിവസത്തിലേക്ക് നന്ദി പറഞ്ഞ ആൾക്ക് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട എന്റെ പാർട്ടിസിപ്പൻസ് ആയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, ദ പ്രോഗ്രാം ഇൻ കണക്ഷൻ വിത്ത് 7 AM കോഫി ടോക്ക് ഈസ് ഹിയർ ബൈ അഡ്ജന്റ്. യെസ്, താങ്ക് യു ഓൾ. ഗുഡ് ബൈ.
Okay, bye bye. താങ്ക് യു ബ്രോ, താങ്ക് യു സീനിയർ ടീച്ചർ. Thank you, sir. Okay, bye.